ഹലോ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 സെപ്റ്റംബർ ഓണം എക്സാമിൻ്റെ ആൻസർ കീയാണ്. സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കീയാണ്. അതേപോലെ നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ കയറി നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഓണം എക്സാം 2024 ക്ലാസ് 6 ആൻസർ കീ എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ഈ സെപ്റ്റംബറിൽ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ കീ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതേപോലെ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരം ഓരോന്നായിട്ട് നോക്കാം. 6 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. 8 ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലറിയാവുന്ന 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1. ഡൽഹി വാസ് ദ സെൻറ്റർ ഓഫ് പവർ ഇൻ നോർത്ത് ഇന്ത്യ ഫ്രം CE 8th century. In 17th century, the Marathas came into power in South India. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബൈ വിച്ച് നെയിം ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ CE 8th century ആൻഡ് 18th century നോൺ ഇൻ ദ ഇന്ത്യൻ ഹിസ്റ്ററി? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ ആ ഒരു പീരീഡിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ഹിസ്റ്റോറിക് പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, മിഡീവൽ പീരീഡ്. അപ്പോൾ എത്ര പേര് ആ മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ആൻസർ ശരിയാക്കി എഴുതി? ഓക്കെ, ഇനി അടുത്തത് 2 മാപ്പ് തന്നിട്ടുണ്ടല്ലോ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് കമ്പാരിസൺ ഓൺ ദ ജോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസ് ദാറ്റ് ഹെൽപ്ഡ് ഡൽഹി ആൻഡ് മറാത്ത ടു ബിക്കം ദ സെൻറ്റർ ഓഫ് പവർ. അപ്പോൾ ഡൽഹിയും മറാത്തയും അപ്പോൾ ഈ ഒരു മാപ്പിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. ആൻസർ തന്നെ ഇതിലുണ്ട്. കാരണം ഗാൻജറ്റി പ്ലെയിന്, ആരവല്ലി, അതേപോലെ തന്നെ യമുന റിവർ, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ വിദ്യ, സത്പുര, താപ്തി, ഇതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും എഴുതേ വേണ്ടു. അപ്പോൾ ഡൽഹീനെ നിങ്ങൾക്കറിയാം, നമ്മളിത് പഠിച്ചതാണ്. ഡൽഹി സിറ്റുവേറ്റഡ് ഇൻ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ പ്രോഗ്രസ്. അപ്പോൾ ഇത്രയൊന്നും നിങ്ങൾ ഇതുണ്ട്. ഡൽഹി സിറ്റുവേറ്റഡ് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, അതിൽ ഓരോ പോയിൻറ്റ്സ് എഴുതിയാൽ മതി. അതേപോലെ ദ ആരവല്ലി മൗണ്ടൻസ് ranges lies on the west. These mountain ranges helped Delhi to resist the invasion of enemies. The massive rocks of the Aravalli mountains range supplied the stones for the construction of forts and building. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. ഇനി മറാത്ത ഡൈനാസ്റ്റിനെ കുറിച്ച് പറയാൻ വെച്ചാൽ the Vindhya Satpura mountain ranges and the Narmada Tapti rivers separated the Maratha region from the nearby region. These geographical features offered natural protection to it. Okay, next question. ഫസ്റ്റ് ആക്ടിവിറ്റിയിലെ 3ാമത്തെ ചോദ്യം. ഇൻ ദ 8th century ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ഡൽഹി ബിക്കം ദ സെൻറ്റർ ഓഫ് പവർ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മാംലുക്ക്, തോമർ, ചൗഹാൻ, സ്ലൈവ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് തോമർ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, തോമർ ഡൈനാസ്റ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം. കേരളാസ് ഫിസിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക് സോയിൽ ക്ലൈമറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. വി നീഡ് ടു ചേഞ്ച് അവർ സെൽസ് ടു എ ലൈഫ് സ്റ്റൈൽ ദാറ്റ് യൂസസ് ഇറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ദ ബെനിഫിറ്റ്സ് ഓഫ് എവരി ഫാമിലി കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ഫോർ ദെയർ നീഡ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊരു വെജിറ്റബിൾ ഉണ്ടാക്കിയാൽ അതിനുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ എയിം ഓഫ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ? ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എയിം അല്ലാത്തത്, ലക്ഷ്യമല്ലാത്തത് ഏതാണ് എന്നാണ് എഴുതാൻ പറഞ്ഞത്. വെജിറ്റബിൾ കൾട്ടിവേഷൻ, സ്പൈസ് ക്രോപ്പ് കൾട്ടിവേഷൻ, റബ്ബർ കൾട്ടിവേഷൻ, മഷ്റൂം കൾട്ടിവേഷൻ. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റബ്ബർ കൾട്ടിവേഷൻ ആണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എയിമിൽ പെടാത്തത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താ? ബെനിഫിറ്റ്സ് ഓഫ് എവരി ഫാമിലി. എന്താണ്? കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് അറ്റ് ഹോം പ്രൊവൈഡ്സ് ഫ്രഷ് ന്യൂട്രീഷ്യസ് പ്രൊഡ്യൂസ്. വെജിറ്റബിൾ ആർ കെമിക്കൽ ഫ്രീ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രഷ് ന്യൂട്രീഷ്യസ്. പിന്നെ നമുക്ക് അടുത്ത പോയിൻ്റ് ആയിട്ട് എഴുതാം, സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് എഴുതാം, പ്രൊഡ്യൂസ് വെജിറ്റബിൾസ് ആർ കെമിക്കൽ ഫ്രീ. പിന്നെ ഗാർഡനിങ് ഓൾസോ പ്രൊമോട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ടീച്ചേഴ്സ് വാല്യബിൾ ലെസൺ ഫോർ ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3. ഡൽഹി കെയിം അണ്ടർ ദ റൂൾ ഓഫ് മുഗൾ ഫ്രം 1526. ദ ചോള ഡൈനാസ്റ്റി ബിക്കെയിം പവർഫുൾ ഡ്യൂറിങ് CE 9th century ഇൻ സൗത്ത് ഇന്ത്യ. ഫൈൻഡ് ഔട്ട് ദ ആൻഡ് മാർക്ക് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏതോ ഒന്ന് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് നിങ്ങളോട് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ബാബർ ക്യാപ്ചർഡ് ഡൽഹി ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്. അത് ശരിയാണ്. 1ാം പാനിപ്പറ്റ് യുദ്ധത്തിലാണ് ബാബർ ഇബ്രാഹിം ലോധിയെ കീഴ്പ്പെടുത്തിയിട്ടാണ് അവിടെ മുഗൾ ഭരണം സാമ്രാജ്യം സ്ഥാപിച്ചത്. അതേപോലെ അക്ബർ അഡോപ്റ്റഡ് ദ സിസ്റ്റം ഓഫ് മാൻസബ്ദാരി. അതും ശരിയാണ്. ദ മുഗൾ എംപയർ എക്സ്പെൻഡ് ദ മോസ്റ്റ് ഡ്യൂറിങ് ദ റൈൻ അക്ബർ. ഇത് ശരിയല്ല. ഔറംഗസേബിൻ്റെ കാലത്താണ് മുഗൾ ഭരണം കൂടുതൽ വിശാലമായത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായത്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ മുഗൾ ഡൈനാസ്റ്റി ഡിക്ലൈൻഡ് ആഫ്റ്റർ ഔറംഗസേബ്. ഓക്കെ, ഇനി അടുത്തത്
രണ്ട് പിക്ചർ ഒരു മാപ്പ് കണ്ടല്ലോ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ടു വിച്ച് കൺട്രീസ് ഔട്ട്സൈഡ് ഇന്ത്യ ഡിഡ് ചോള എംപയർ സ്പ്രെഡ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ചോള എംപയർ സ്പ്രെഡ് ചെയ്ത കാര്യം എല്ലാം ഈ മാപ്പ് തന്നെ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ ശ്രീലങ്ക, മലേഷ്യ, പിന്നെ ഇന്തോനേഷ്യ. ഓക്കെ, ഇനി പ്രിപ്പയർ നോട്ട് ഓൺ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് കോസ്റ്റ് ദ എക്സ്പാൻഷൻ ഓഫ് ചോള ഡൈനാസ്റ്റി ടു ദ നെയ്ബറിംഗ് കൺട്രി. അപ്പോൾ ചോള ഡൈനാസ്റ്റി വികസിതമാക്കാൻ, അതായത് ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ ഇവയിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ, എക്സ്പാൻഡ് ചെയ്യാൻ എന്താ കാരണം? ഓഫ് കോഴ്സ് മിലിറ്ററീസ്, നല്ല സ്ട്രോങ് മിലിറ്ററി പവർ ഉണ്ടാവും അല്ലേ? അത് ഏത് ഡൈനാസ്റ്റിൻ്റെ നോക്കിയാലും നമുക്ക് അത് പറയാം. ഓക്കെ, ദ ചോള ഡൈനാസ്റ്റി ബിക്കെയിം പവർഫുൾ സി ഇൻ 9th century. രാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള were the prominent Chola rulers. The Cholas had a powerful navy. The influence of Cholas was extended even to the countries like Malaysia and the Indonesian islands. Next, നമുക്ക് given below are the main sectors mentioned in the travelogues of foreign travelers who visited India during the medieval period. അപ്പം medieval period ഒരുപാട് വിദേശ സഞ്ചാരികൾ നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻ സെക്ടേഴ്സാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൺഷിപ്പ്, വർക്ക്ഷോപ്പ്, ടൗൺസ് ആൻഡ് ട്രേഡ്സ്, ദ അബോർഡ് ഓഫ് നോളജ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ഇതുമായിട്ട് യോജിച്ചതെന്ന് നമ്മൾ അതെടുത്ത് എഴുതാനാണ്. ബിഗ് റൂംസ് വേർ കാർഗാനാസ് ഇൻ ഫങ്ഷൻസ് ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. അപ്പോൾ കാർഗാനാസ് റിലേറ്റഡ് ടു എന്താണ് എന്ന് പറഞ്ഞാൽ അവർ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതെന്താണ്? വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? വർക്ക്ഷോപ്പ് നിന്നാണ്. ഫസ്റ്റ് വർക്ക്ഷോപ്പാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. വി ദ ഇന്ത്യൻസ് ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അതേഴ്സ് ടു മാസ്റ്റർ ഇൻ അവർ ലാംഗ്വേജ്, ദ അബോർഡ് ഓഫ് നോളജ്. നെക്സ്റ്റ്, ഫോർ ഫാമിംഗ് cereals and grazing cattle, land revenue and grazing tax were to be paid to the rulers. അതെന്താണ്? the agriculture and artisanship. ഇനി അടുത്തത് the great town വിജയനഗര is situated near Sleep mountain range. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ടൗൺസ് ആൻഡ് ട്രേഡ്. ഓക്കെ, ഇനി അടുത്തത് നെയിം ദ സിസ്റ്റം ദാറ്റ് ഗേവ് ലാൻഡ് ആസ് വേജസ് ടു ദ ഓഫീസേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ ആൻഡ് സൽത്തനറ്റ് പീരീഡ്. അപ്പോൾ മുഗൾ പീരീഡിൽ അതിനറിയപ്പെടുന്ന എന്തായിരുന്നു? ജാഗിർദാരി. എന്തായിരുന്നു? ജാഗിർദാരി ആയിരുന്നു മുഗൾ പീരീഡിൽ അതറിയപ്പെട്ടിരുന്നത്, ജാഗിർദാരി. ഓക്കെ, അതേസമയം സൽത്തനറ്റ് പീരീഡിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇക്ത. എന്താണ്? ഇക്ത. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. ഗിവൻ ബിലോ ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വൺ. അപ്പോൾ ഇതിൽ ഏതോ ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ശരിയല്ല, അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ സ്റ്റാറ്റസ് വാസ് നോട്ട് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഓക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. അത് തെറ്റാണ്. ഓൾ ദ പീപ്പിൾ ഹാഡ് ദ സെയിം കസ്റ്റം ആൻഡ് റിച്വൽസ്. അതല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വെവ്വേറെ രീതിയിലുള്ള കസ്റ്റംസും റിച്വൽസും ഉണ്ടായിരുന്നു. ദോസ് ഹു വർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ് ടു ദ ലോവർ സോഷ്യൽ സ്ട്രാറ്റ. അപ്പോൾ അഗ്രികൾച്ചറിൽ അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റിൽ എൻഗേജ് ഇരുന്ന ആൾക്കാർ ലോവർ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു ഉണ്ടെന്ന്. അത് ശരിയാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഇവർ കസ്റ്റംസ് സതി, ചൈൽഡ് മാരേജ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അത് തെറ്റാണ്. ഡു യു തിങ്ക് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം ഓഫ് ദ മുഗൾ പീരീഡ് ആർ സ്യൂട്ടബിൾ ഫോർ ദ മോഡേൺ സൊസൈറ്റി? കമൻറ്റ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം, മുഗൾ പീരീഡിലെ സിസ്റ്റമൊക്കെ ഇന്നത്തെ സിസ്റ്റമായിട്ട് അത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത്. അപ്പം മുഗൾ പീരീഡിൽ കുറച്ച് ഹിൻസ് തരാം, അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. മുഗൾ പീരീഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ മോഡേൺ സൊസൈറ്റി. ഇപ്പം അന്നത്തെ കാലത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്നും നമുക്ക് സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്? സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. സോഷ്യൽ ഇൻഇക്വാലിറ്റി ഉണ്ട്, സമൂഹത്തിൽ തുല്യത ആർക്കും ഇല്ല. അതേപോലെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേർതിരിവുണ്ട്. ലിമിറ്റഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. കുറച്ച് ഗ്രോത്തും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ലിമിറ്റഡ് ആണ്. ലാക്ക് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഇതൊക്കെ പണ്ട് കാലത്തുള്ളതാണ്. അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. ആസ്പെക്റ്റ് ലൈക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ടോളറൻസ് ആൻഡ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റ് ക്യാൻ സ്റ്റിൽ ഇൻസ്പയർ മോഡേൺ സൊസൈറ്റി. ഇപ്പോൾ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ്, Activity 6. Garbage disposal is the main problem faced by Keralites who have changed from rural lifestyle to urban lifestyle. അപ്പോൾ നമ്മൾ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര ജീവിതത്തിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ മാലിന്യം എങ്ങനെ ഡിസ്പോസ് ചെയ്യും അതിനെ പറ്റിയിട്ട് വലിയൊരു വിഷമമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. സജസ്റ്റ് എനി 2 schemes ഫോർ ദ ഡിസ്പോസൽ ഫോർ വേസ്റ്റ് അറ്റ് ഹോം. വീട്ടിലുള്ള ഈ വേസ്റ്റൊക്കെ നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അതിന് ഏതെങ്കിലും 2 കാര്യങ്ങൾ പറയാനാണ്. പിന്നെ
അതേപോലെ തന്നെ പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ ഓൺ വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു പോസ്റ്റർ, അവയർനെസ് ഉണ്ടാക്കാനുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? റീസൈക്കിൾ ചെയ്യാം. ഓക്കെ, രണ്ട് സ്കീംസാണ് നമ്മളോട് പറഞ്ഞത്. കൺവേർട്ടിംഗ് വേസ്റ്റ് ഇൻറ്റു റീയൂസബിൾ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്യാനുള്ള രീതിയിലാക്കണം. പിന്നെ കമ്പോസ്റ്റിംഗ്, നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റൊക്കെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാം. ഓർഗാനിക് വേസ്റ്റ് ഇൻറ്റു ഫെർട്ടിലൈസർ, അത് ഫെർട്ടിലൈസറാക്കി മാറ്റാം. റീയൂസ്, ഡൊണേറ്റിംഗ് ഓർ റീപർപ്പസിങ് ഐറ്റംസ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, അത് അവർ റീയൂസ് ചെയ്യട്ടെ. നെക്സ്റ്റ് വേർമി കമ്പോസ്റ്റിംഗ്, യൂസിങ് വേംസ് ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് വേസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഒരു പോസ്റ്ററാണ്. മനോഹരമാക്കുക, ഒരു ഡിസൈനൊക്കെ ചുറ്റും കൊടുക്കുക. ഓക്കെ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസിബിൾ ഇസ് എവരി വൺസ് റെസ്പോൺസിബിലിറ്റി, ഡിസ്പോസ് റെസ്പോൺസിബിലി. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസിബിൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിനൊരു ഓർഗാനിക് ഡെയിലി, ഇൻഓർഗാനിക് ആൾട്ടർനേറ്റീവ്, റീസൈക്കിൾ, റസാറ്റ്, കീപ്പ് അവർ കമ്മ്യൂണിറ്റി ക്ലീൻ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് മനോഹരമാക്കുക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 7 ആണ്. അപ്പോൾ നമ്മൾ അറിയാവുന്ന 6 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താൽ മതി. 8 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഓപ്ഷനാണ്. ഏറ്റവും അറിയാവുന്ന 6 എഴുതുക. ഓക്കെ, അതിനെ മാർക്ക് തരുള്ളൂ. ഓക്കെ, അനലൈസ് ദ ഗിവൻ ടേബിൾ ആൻഡ് നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഇവിടെ ഗുഡ്സ് എന്താണെന്നും സർവീസ് എന്താണെന്നും ഇവിടെ ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗുഡ്സ് ആണ് എന്താണ്, സർവീസ് എന്താണെന്ന് നിങ്ങൾ ഡെഫിനിഷൻ നമ്മുടെ ബുക്കിലുണ്ടല്ലോ, അത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ പോസ്റ്റ് കാർഡ്, പോസ്റ്റ് ബോക്സ്, പോസ്റ്റ് കവർ, പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമുക്കറിയാമല്ലോ പോസ്റ്റ് ഓഫീസാണ് ഇതിൽ ഒറ്റയാളായിട്ട് നിൽക്കുന്നത്. ഇനി അടുത്തത് എന്താ? ഗുഡ്സ് വി നീഡ് അവർ ഡെയിലി യൂസ് ഷുഡ് ബി പ്രൊഡ്യൂസ് ആസ് മച്ച് ആസ് പോസിബിൾ അവർ സെൽസ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗുഡ്സൊക്കെ നമ്മൾ ഉണ്ടാക്കണം എന്നാണ്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നമുക്കത് സാധ്യമാണോ? എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പച്ചക്കറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലാണ്ട് എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ. അപ്പം പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഔട്ട് സെൽഫ് പ്രൊമോട്ട് സെൽഫ് സഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു സെൽഫ് സഫിഷ്യൻസിയാണ്, ക്വാളിറ്റി കൺട്രോളാണ്. ഇറ്റ് ഓൾസോ സേവ്സ് മണി ആൻഡ് റെഡ്യൂസസ് റിലയൻസ് ഓൺ അതേഴ്സ്. അപ്പോൾ അത് മണി സേവ് ചെയ്യുന്നുണ്ട്, അതേപോലെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനും പറ്റുന്നുണ്ട്. ഹൗവർ സ്പെഷ്യലൈസ്ഡ് ഗുഡ്സ് റിക്വയർ എക്സ്പെർട്ടൈസ് ആൻഡ് റിസോഴ്സ്. പക്ഷേ എല്ലാ സാധനങ്ങളും നമുക്ക് അരിയൊന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലല്ലോ, അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഗുഡ്സ് റിക്വയർ എക്സ്പെർട്ടൈസ് ആൻഡ് റിസോഴ്സ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്താണ് ഇതിനോട് അഭിപ്രായം? അത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കോർഡിംഗ് ടു ദ ഫിസിയോഗ്രഫി ഓഫ് ദ കേരള ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ. അപ്പം പിക്ചറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാലോ ഇത് നമ്മുടെ ലോ ലാൻഡ്, മിഡ് ലാൻഡ്, ഹൈലാൻഡ് അല്ലേ? ലോ ലാൻഡ്, മിഡ് ലാൻഡ്, ഹൈലാൻഡ്, അങ്ങനെയാണ് നമ്മൾ അത് തരംതിരിക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിൽ കോക്കനട്ട് ട്രീയും അതേപോലെ തന്നെ